കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്: 3, 12 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതവും മധ്യാനുപാതവും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? തേർഡ് പ്രപ്പോർഷനും മിഡിൽ പ്രപ്പോർഷനും തമ്മിലുള്ള ഡിഫറൻസ് എത്ര എന്നാ? അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതട്ടെ. തേർഡ് പ്രപ്പോർഷനും മിഡിൽ പ്രപ്പോർഷനും തമ്മിലുള്ള ഡിഫറൻസാണ്. ഞാൻ ചോദിക്കട്ടെ, തേർഡ് പ്രപ്പോർഷൻ കാണുന്ന ഷോർട്ട് കട്ട് എന്താ? രണ്ട് സംഖ്യകൾ തന്നിട്ട് മൂന്നാം അനുപാതം കാണാൻ പറഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യയെ 2 തവണ ഗുണിക്കുക, ആദ്യത്തെ സംഖ്യ കൊണ്ട് ഹരിക്കുക. ഒരിക്കൽ കൂടി, രണ്ട് സംഖ്യകൾ തന്നിട്ട് മൂന്നാം അനുപാതം കാണാൻ പറഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യയെ 2 തവണ ഗുണിക്കുക, ആദ്യത്തെ സംഖ്യ കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ ഈ 3ൻ്റെയും 12ൻ്റെയും മൂന്നാം അനുപാതം കാണാൻ രണ്ടാമത്തെ സംഖ്യയായ 12നെ 2 തവണ ഗുണിക്കുന്നു, ആദ്യത്തെ സംഖ്യയായ 3 കൊണ്ട് ഹരിക്കുന്നു. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? എത്ര കിട്ടുമെന്ന് നോക്കിയാലോ. നമുക്ക് പറ, എങ്ങനെ ക്യാൻസൽ ചെയ്യാം? 3ഉം 12ഉം കൂടെ വെട്ടിക്കളയാൻ 4 വെച്ച് 12 ഗുണം 4 48 3ൻ്റെയും 12ൻ്റെയും മൂന്നാം അനുപാതം ഒന്ന് കിട്ടി. ഓക്കെ ആണോ? ഇനി എന്തും കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. മധ്യാനുപാതം, മിഡിൽ പ്രപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. രണ്ട് സംഖ്യകളുടെ മിഡിൽ പ്രപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെ? അവന്മാരെ തമ്മിൽ ഗുണിക്കുക, റൂട്ട് എടുക്കുക. ഒരിക്കൽ കൂടി, രണ്ട് സംഖ്യകൾ തന്നിട്ട് അവരുടെ മധ്യാനുപാതം കാണാൻ പറഞ്ഞാൽ അവന്മാരെ തമ്മിൽ ഗുണിക്കുക, റൂട്ട് എടുക്കുക. അപ്പോൾ ഇവിടുത്തെ കഥ പറ. 3ൻ്റെയും 12ൻ്റെയും മധ്യാനുപാതം കാണാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? 3നെയും 12നെയും കൂടെ ഗുണിക്കുന്നു, റൂട്ട് എടുക്കുന്നു. 3 ഗുണം 12 എത്ര എൻ്റെ കുട്ടികളെ? 36. 36ൻ്റെ റൂട്ട്, 36ൻ്റെ റൂട്ട് എത്രയാ? 6. ക്ലിയർ ആണോ? ചോദ്യം എന്താ? മൂന്നാം അനുപാതവും മധ്യാനുപാതവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. മൂന്നാം അനുപാതം 48 കിട്ടി, മിഡിൽ പ്രപ്പോർഷൻ 6 കിട്ടി. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എത്രയാ? 42, 42. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? ക്ലിയർ ആയോ? ശരി, താങ്ക് യു.